ഹലോ ഗായ്സ്, വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് നമ്മുടെ കസിൻ്റെ ബർത്ത്ഡേ ആണ്. സോ നമ്മൾ അവിടേക്ക് പോവുകയാണ്. അപ്പൊ നമ്മുടെ കേക്ക് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇതൊക്കെ പാക്ക് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ പോവാം. അപ്പൂസ് എന്തായാലും ഒരു കേക്കൊക്കെ പ്രതീക്ഷിച്ചാണ് ഇരിക്കുന്നത്. അത് ഞങ്ങൾ എന്തായാലും കൊണ്ടുപോകുന്നു അവനറിയാം. പക്ഷെ നല്ലപോലെ ലേറ്റ് ആയിട്ടോ. കാരണം ഞങ്ങൾ മനഃപൂർവ്വം ലേറ്റ് ആക്കിയത് തന്നെയാണ് അവൻ സർപ്രൈസ് ആവോ ഇല്ലയോ നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് കേക്കൊക്കെ സെറ്റ് ചെയ്തിട്ട് ഞങ്ങൾ ഇറങ്ങുകയാണ്. അപ്പോൾ നമ്മൾ കേക്കൊക്കെ പാക്ക് ചെയ്ത് കാറിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവന്റെ ചേച്ചി അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഇതും കൂടി പിക്ക് ചെയ്തിട്ട് വേണം പോവാനായിട്ട്. അവനവിടെ വെയിറ്റ് ചെയ്ത് കുറെ നേരമായി വെയിറ്റ് ചെയ്യണം. നമ്മള് കുറച്ച് ലേറ്റ് ആയി പോയി ഇറങ്ങാനായിട്ട്. നമ്മൾ പിന്നെ എപ്പോഴും കറക്റ്റ് ടൈം ആയതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമല്ല. ഏകദേശം 7 മണിയൊക്കെ ആയി. അവിടെ 6:30 അവിടെ എത്തണം എന്ന് പറഞ്ഞതായി. പിന്നെ ഇപ്പം നമ്മൾ ടൈമായി പോവാന്ന് പറഞ്ഞിട്ട് ഇറങ്ങുമ്പോഴും പെട്രോൾ ഉണ്ടാവില്ല വണ്ടിക്ക്. അത് കറക്റ്റായിട്ട് വണ്ടിക്ക് അറിയാൻ പറ്റും പെട്രോൾ ഇല്ല, പെട്രോൾ അടിക്കണം. പിന്നെ ഞങ്ങൾ നേരെ പെട്രോൾ പമ്പിലേക്ക് കയറ്റിട്ടോ. പെട്രോൾ ഇല്ലാതെ വണ്ടി മൂവ് ആവില്ലല്ലോ. അപ്പോഴത്തേക്കും ആളവിടെ വെയിറ്റ് ചെയ്ത് ആൾക്ക് മതിയായി. പിന്നെ പെട്ടെന്ന് തന്നെ ആളിനെയും കയറ്റി അപ്പൂനൊരു ഗിഫ്റ്റ് വാങ്ങാൻ വേണ്ടി പോയിട്ടോ. അവന്റെ ഗിഫ്റ്റ് എന്താന്ന് നിങ്ങൾക്ക് കാണണ്ടേ? ആരും ഇല്ലാട്ടോ, എല്ലാരും പോയി. എവിടെ പോയതാന്ന് പറഞ്ഞാൽ അപ്പൂസിന് കുറച്ച് മുട്ട വാങ്ങാൻ വേണ്ടി പോയതാ. അപ്പൂസ് ഫുൾ വർക്കൗട്ട് കാര്യങ്ങളൊക്കെ ആയിട്ടാണ്. ഇപ്പൊ തന്നെ ആളില്ല, ജിമ്മിലാണ്. സോ ജിമ്മിൽ പോയിട്ടാണ് ഞങ്ങൾക്ക് അവനെ പിക്ക് ചെയ്യാൻ വേണ്ടി. അവനെ വെയിറ്റ് ചെയ്തിരുന്ന സമയം ഒരുപാട് ലേറ്റ് ആവും. അതുകൊണ്ട് ഞങ്ങൾ ഡയറക്റ്റ് പോകുന്നത് ജിമ്മിനാണ്. എന്തായാലും ഒരു മുട്ട വാങ്ങിച്ചു വരട്ടെ, എന്നിട്ട് കാണാം. അങ്ങനെ ഇത് അപ്പൂസിന്റെ മുട്ടയൊക്കെ സെറ്റ് ആയിട്ടോ. അങ്ങനെ മുട്ടയൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ കഴിച്ച് ഞങ്ങൾ ജിമ്മിന്റെ അവിടെ എത്തിയിട്ടോ. ഇതാണ് കേട്ടോ ജിമ്മ്. അവിടെ പോയി സർപ്രൈസ് കൊടുക്കാനുള്ള പ്ലാൻ. സർപ്രൈസ് ആവുന്ന അവിടെ നല്ല പാട്ടൊക്കെ കേൾക്കുന്നുണ്ട്. എന്താവോ എന്തോ അവൻ കാണുമ്പോ. അപ്പു ഹാപ്പി ബർത്ത്ഡേ അപ്പു. എന്താണ് മതി ഇറങ്ങി സ്വാമി. അപ്പൂസ് എന്തായാലും നല്ലപോലെ സർപ്രൈസ് ആയിട്ടോ. ആള് ഞങ്ങളെ അവിടെ ഒട്ടും പ്രതീക്ഷിച്ചില്ല. അതും ജിമ്മിൽ വരുന്നവൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. അതുകൊണ്ട് തന്നെയാണോ ഞങ്ങൾ ഡയറക്റ്റ് ജിമ്മിലേക്ക് പോയത്. അവന് ഫുൾ നാണമായിരുന്നു. അയ്യോ ആൾക്കാർ കാണുന്നു ചേച്ചി എന്നൊക്കെ. പിന്നെ ഞങ്ങൾ അവനെ അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ ഇറക്കിട്ടോ. അയ്യോ എൻ്റെ വർക്കൗട്ട് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ പെട്ടെന്ന് ഇറക്കി വീട്ടിൽ വന്നു. അപ്പോഴാണ് ചേച്ചിക്ക് അവൻ്റെ വയസ്സ് കറക്റ്റായിട്ട് അറിയിക്കണം എന്ന് പറഞ്ഞത്. അങ്ങനെ 21 വയസ്സായിട്ടോ അവനെന്നും പറഞ്ഞ് അതേപോലത്തെ ക്യാൻഡിലും വാങ്ങിച്ചിട്ടാണ് ആള് വന്നത്. പിന്നെ ഞങ്ങൾ ചെറുതായിട്ടൊന്ന് കേക്ക് കട്ട് ചെയ്തു എല്ലാവരും കൂടി. അങ്ങനെ കേക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അപ്പൂസിന് കൊടുക്കേണ്ട ഗിഫ്റ്റ് ഞങ്ങൾ കൊടുത്തില്ലല്ലോ എന്ന് ഓർത്തത്. അങ്ങനെ ഞാൻ വേഗം പോയിട്ട് അപ്പൂസിൻ്റെ ഗിഫ്റ്റ് എടുക്കാൻ പോയിട്ടോ. എന്തായാലും അപ്പൂസിന് കൊടുത്ത ഗിഫ്റ്റ് വേസ്റ്റ് ആയില്ല കേട്ടോ. അവന് നല്ല പോലെ തന്നെ അത് ഇഷ്ടപ്പെട്ടു. അവനതൊട്ടും പ്രതീക്ഷിച്ചുമില്ല. പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി കുറച്ച് വർത്തമാനമൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ. കുറച്ച് ദിവസമായി ഞങ്ങൾ എല്ലാവരും കൂടി കണ്ടിട്ട്. അപ്പോഴാണ് ഇത് അപ്പൂൻ്റെ വേറൊരു ഗിഫ്റ്റ് കൊടുക്കാൻ മറന്നുപോയി എന്ന് പറഞ്ഞത്. അവൻ്റെ ചേച്ചി കുറേ ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. സോ അതൊക്കെ അവന് കൊടുത്തു കേട്ടോ. അവന് പിന്നെ ഗിഫ്റ്റ് ചെയ്ത് മതി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അങ്ങനെ അപ്പൂസ് എല്ലാം ട്രൈ ചെയ്ത് നോക്കി. അപ്പോൾ ട്രൈ ഒക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് എന്താ വേറൊരു ടീഷർട്ടും കൂടി. അങ്ങനെ അപ്പോൾ ആ ടീഷർട്ടും ഇട്ട് നോക്കുകയാണ് കേട്ടോ. ഇച്ചസ് ഫുൾ കളിയായിരുന്നു കേട്ടോ അപ്പൂസിൻ്റെ കൂടെ. അപ്പൂനെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ടായിരുന്നു ആള്. അപ്പൂനെ കളിക്കാൻ വിളിക്കുകയോ എന്തൊക്കെയോ പറയായിരുന്നു. എനിക്ക് പിന്നെ ഇപ്പോൾ വാങ്ങിച്ചു കൊടുക്കാനേ അറിയില്ലൂ. അത് പൊട്ടിക്കഴിഞ്ഞാൽ വൃത്തിയാക്കേണ്ട പരിപാടിയൊന്നും എനിക്ക് പറ്റില്ല കേട്ടോ. അതുകൊണ്ട് ഇതാ രണ്ടുപേരും കൂടി അതൊക്കെ വൃത്തിയാക്കണ്ടായിരുന്നു. അപ്പോഴത്തേക്കും എന്താ പൊറാട്ടയും ചിക്കൻ കറിയൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ വേഗം ആ പൊറാട്ടയും ചിക്കൻ കറിയൊക്കെ കൂടി കഴിച്ചിട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം കൂടി അവിടെ ഇരുന്നിട്ട് ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോയി. അപ്പോൾ ബൈ.